എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻസ്. ഇവിടെ കണ്ടോ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മിനിസ്റ്റർ മന്ത്രി, റിസൈൻസ് പറഞ്ഞാലോ രാജിവെച്ചു. അപ്പോൾ ഒരു മിനിറ്റ്, റിസൈൻസ് എസ് വന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സംഭവം കഴിഞ്ഞു പോയതാണെങ്കിലും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ തലക്കെട്ട് കൊടുക്കുമ്പോൾ, ഹെഡിങ് കൊടുക്കുമ്പോൾ അവർ പ്രസന്റിലാണ് കൊടുക്കുക. വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നത് സംഭവം കഴിഞ്ഞു പോയതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തായി, ഞാൻ ഒന്നുകൂടി വായിക്കാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ഇനി അടുത്താണ് എമിഡ്. എമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ എന്നർത്ഥം, ഇടയിൽ. അപ്പൊ അറിയാത്ത വേർഡ്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം, മറക്കരുത്. എമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ. നാഷൻ വൈഡ്. നാഷൻ വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യമൊട്ടാകെയുള്ള. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണേ, കാരണം പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന വേർഡുകളാണ്. അപ്പൊ നാഷൻ വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യമൊട്ടാകെയുള്ള. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്രതിഷേധങ്ങൾ. അപ്പൊ എന്തായി, രാജ്യമൊട്ടാകെയുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ഇതാണ് നമ്മുടെ ഹെഡിങ്ങിന്റെ അർത്ഥം. ഇനി നമ്മുടെ ഈ ഒരു സംഭവത്തിന്റെ മെയിൻ മെസ്സേജിലേക്ക് കടക്കാലോ. പോരെ. ഇന്ത്യാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ. ഇവിടെ കണ്ടോ അപ്പോസ്ട്രോഫി, അതിനകത്താണ് യുടെ. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻഡ്, രാജിവെച്ചു. എന്തായി? അപ്പൊ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് കണ്ടോളി. ഓൺ സാറ്റർഡേ, ശനിയാഴ്ച. അപ്പൊ ശനിയാഴ്ചയാണ് പുള്ളിക്കാരൻ രാജിവെച്ചത്. അതൊക്കെയാണല്ലോ, അത് മനസ്സിലായി. ഇനി ഫോളോയിങ്. ഇവിടെ ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന്, അല്ലെങ്കിൽ പിന്നാലെ, അല്ലെങ്കിൽ ശേഷം എന്നൊക്കെ അർത്ഥം. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ആ സംഭവത്തെ തുടർന്ന് അവൻ രാജിവെച്ചു എന്നല്ലേ, തുടർന്ന് ആ സംഭവത്തിന്റെ പിന്നാലെ ഇത് സംഭവിച്ചു. അപ്പൊ ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തുടർന്ന്, പിന്നാലെ, ശേഷം എന്നുള്ള അർത്ഥമാണ്. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണേ, മറക്കരുത്. അപ്പോൾ എന്തിനു തുടർന്ന് അതുകൂടി കണ്ടോളി. വീക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകൾ ആണല്ലോ, അതിന്റെ കൂടെ ഓഫ് വന്നു. അപ്പൊ എന്തായി, വീക്സ് ഓഫ് അല്ലേ, ആഴ്ചകളോളം എന്നായി. ആഴ്ചകളോളം, വീക്സ് ഓഫ്, ആഴ്ചകളോളം. നേഷൻ വൈഡ് എന്ന് പറഞ്ഞാലോ അറിയാം, എന്താണ്, രാജ്യമൊട്ടാകെയുള്ള. സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാലോ വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീക്സ് ഓഫ് നേഷൻ വൈഡ് സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ആഴ്ചകളോളം നീണ്ടു നിന്ന അല്ല, ആഴ്ചകളോളം ഒക്കെയാണ്. പക്ഷെ ഈ നീണ്ടു നിന്ന എന്ന് പറയുന്ന വേർഡിന് ഇവിടെ ഒരു ഇംഗ്ലീഷ് വേർഡ് വന്നിട്ടില്ലല്ലോ. വന്നോ? ഇല്ല. പിന്നെ എങ്ങനെ അങ്ങനെ പറയാം? അതാണ് നമ്മൾ കുറച്ച് ഉപ്പും മുളകും, കുറച്ച് മസാല നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി കൊടുക്കണം. കണ്ടോളി, ഒന്ന് വായിക്കാണ്. അത് കുറച്ച് കൂട്ടി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ മലയാളം വരിക. കണ്ടോളി. വീക്സ് ഓഫ് നാഷൻ വൈഡ് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളോളം നീണ്ടു നിന്ന രാജ്യമൊട്ടാകെയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് എന്താണ്, ആഴ്ചകളോളം നീണ്ടു നിന്ന രാജ്യമൊട്ടാകെയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് ശനിയാഴ്ച നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാണ്, എന്താണ് അല്ലേ, പ്രതിഷേധങ്ങൾ. അപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവല്ലോ. എന്തിലാണ് ആ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടായത്, അത് നോക്കിയാക്കാം. ഒന്നുകൂടി. ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം. അതെ, എലൈജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപിക്കപ്പെട്ട എന്നാണ്. എന്താണ് ആരോപിക്കപ്പെട്ട? ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണേ, വളരെ പ്രധാനപ്പെട്ട വേർഡുകളാണ്. ആരോപിക്കപ്പെട്ട, എലൈജ്ഡ്. അതുപോലെ ഇറഗുലാരിറ്റീസ് ഉണ്ടോ? ഇറഗുലാരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമക്കേടുകൾ എന്നാണ്, ക്രമക്കേടുകൾ. അപ്പൊ എന്തായി ഇവിടെ ഉണ്ടോ, ഓവർ എലൈജ്ഡ് ഇറഗുലാരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരോപിക്കപ്പെട്ട ക്രമക്കേടുകളിൽ നിന്നായി. ആരോപിക്കപ്പെട്ട ക്രമക്കേടുകളിൽ നിന്നായി. ഇവിടെ ഇൻ ദ നീറ്റ് UG എക്സാമിനേഷൻ, എന്താണ്, നീറ്റ് UG പരീക്ഷയിൽ. അപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസിന്റെ ഏകദേശം മീനിങ് കംപ്ലീറ്റ് വന്നില്ല. എന്താണ്,
സംഭവം എന്താണ്? ഇതാ, നീറ്റ് UG പരീക്ഷയിൽ ആരോപിക്കപ്പെട്ട ക്രമക്കേടുകളിൽ അല്ലേ ആഴ്ചകളോളം നീണ്ടു നിന്ന രാജ്യമൊട്ടാകെയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് ശനിയാഴ്ച ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നായി. അപ്പൊ ഈ സെന്റൻസിന്റെ മീനിങ് മനസ്സിലായല്ലോ. ഏകദേശം നമ്മൾ ഓരോ വേർഡിന്റെ മീനിങ് ഇങ്ങനെ നമ്മൾ വെച്ച് പോയി അപ്പൊ ഏകദേശം ഒരു മീനിങ് വരും. അങ്ങനെ ഏകദേശം മീനിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായ രീതിയിൽ ഒന്ന് വെച്ച് നോക്കാം. അങ്ങനെ ഒരു 2-3 കുറേ വെക്കുമ്പോൾ ഓക്കെ ആയി, പെർഫെക്റ്റ് ആവും, ഉറപ്പല്ലേ? പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആണ് ഇതാ, ദ ഗവൺമെന്റ് ആക്സെപ്റ്റഡ്. ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ്. അപ്പൊ എന്താ? ദ ഗവൺമെന്റ് ആക്സെപ്റ്റഡ്, സർക്കാർ സ്വീകരിച്ചു. എന്ത്? ഹിസ് റെസിഗ്നേഷൻ, അദ്ദേഹത്തിന്റെ രാജി. അപ്പൊ സർക്കാർ അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. വൈൽ, അതേസമയം യൂണിയൻ മിനിസ്റ്റർ, കേന്ദ്രമന്ത്രി, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണേ. കേന്ദ്രമന്ത്രി ആര്? പ്രഹ്ലാദ് ജോഷി വാസ് ഗിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു എന്നാണ്. അങ്ങോട്ട് കൊടുക്കല്ല കേട്ടോ, ഇങ്ങോട്ട് കൊടുക്കുക. ഇത് പാസീവ് വോയിസ് ആണ്. എന്താണ് പാസീവ് വോയിസ്? തിരിച്ചു കൊടുക്കുക. അതെന്താ? കൊടുത്തു. ആർക്ക് കൊടുത്തു? അതാ, വൈൽ യൂണിയൻ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷി വാസ് ഗിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് കൊടുത്തു. എന്ത് കൊടുത്തു? അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ചുമതല എന്നാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ ചുമതല, അഡീഷണൽ ആണല്ലോ അധികം. എന്തായി? അഡീഷണൽ ചാർജ്, അധിക ചുമതല കൊടുത്തു. എന്തിന്റെ ചുമതല? അത് കണ്ടോളി. ഓഫ് ദി എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രാലയം എന്നാണ്. എന്താണ്? മന്ത്രാലയം. അപ്പൊ എന്തായി? ഇവിടെ കണ്ടോ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ആർക്ക് കൊടുത്തു? നമ്മുടെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കൊടുത്തു എന്നായി. അത് ഓക്കെയാണല്ലോ. അപ്പൊ അതും ഓക്കെയാണ്. ഇനി നമ്മുടെ അടുത്ത സെന്റൻസിലേക്ക് കടക്കാം. പ്രൊട്ടസ്റ്റ് ലീഡേഴ്സ് എന്നാണ്. പ്രൊട്ടസ്റ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധ നേതാക്കൾ വെൽക്കംഡ്, സ്വാഗതം ചെയ്തു. പ്രതിഷേധ നേതാക്കൾ സ്വാഗതം ചെയ്തു. എന്ത്? ദ മൂവ്. ഇവിടെ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈമലും കാൽമലും പറ്റുന്ന മൂവ് അല്ല കേട്ടോ. ഇവിടെ മൂവ് എന്ന് പറഞ്ഞാൽ നീക്കം. ആ നീക്കം പ്രതിഷേധ നേതാക്കൾ എന്തായി? സ്വാഗതം ചെയ്തു. നീക്കം എന്താ? തീരുമാനമല്ലേ? അപ്പൊ തീരുമാനം ഏത്? ആ ഒരു കേന്ദ്ര മിനിസ്റ്റർക്ക് അത് കൊടുത്തതും അതുപോലെ തന്നെ പുള്ളിക്കാർ രാജിവെച്ചതും ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ തീരുമാനങ്ങൾ എന്തായി? നമ്മുടെ പ്രതിഷേധ നേതാക്കൾ സ്വാഗതം ചെയ്തു എന്നായി. ഓക്കെ. ഇനി അടുത്താണ് ആൻഡ്. അതുപോലെ തന്നെ അനൗൺസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചു എന്നാണ്. എന്ത് പ്രഖ്യാപിച്ചു? ദി എൻഡ്, അന്ത്യം അല്ലെങ്കിൽ അവസാനം പ്രഖ്യാപിച്ചു. എന്തിന്റെ? ഓഫ് ദെയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം എന്നാണ്. പ്രക്ഷോഭം അല്ലാതെ സിമ്പിൾ നമുക്ക് പറയാം എന്ത്? പ്രതിഷേധം. അപ്പൊ അവരുടെ പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തിന്റെ അന്ത്യം, അവസാനം പ്രഖ്യാപിച്ചു. എപ്പോ? അങ്ങനെ ഇങ്ങനൊന്നല്ല അത് അവസാനം പ്രഖ്യാപിച്ചത്. കണ്ടോളി. ആഫ്റ്റർ ദ ഗവൺമെന്റ് അഗ്രീഡ് എന്നാണ്. ആഫ്റ്റർ ദ ഗവൺമെന്റ് അഗ്രീഡ്, സർക്കാർ സമ്മതിച്ചതിന് ശേഷം എന്തായി? അവർ അവരുടെ പ്രക്ഷോഭത്തിന്റെ അവസാനം പ്രഖ്യാപിച്ചു. ഇനി അടുത്താണ് ടു. ഇവിടെ ടു എന്ന് പറയുന്നത് എന്താ? നോഡ് എന്നാണ്. നോഡ് അതാ കണ്ടോളൂ. ടു കീ ഡിമാൻഡ്സ്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എന്നാണ്. പ്രധാനപ്പെട്ട. അപ്പൊ ഡിമാൻഡ്സ് പറഞ്ഞല്ലോ ആവശ്യങ്ങൾ ആണല്ലോ, അറിയാലോ. അപ്പൊ എന്തായി? കീ ഡിമാൻഡ്സ്. അപ്പൊ ടു കീ ഡിമാൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളോട് എന്താണ്? പ്രധാനപ്പെട്ട ആവശ്യങ്ങളോട് സർക്കാർ സമ്മതിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്തു? അവർ അവരുടെ ആ പ്രക്ഷോഭത്തിന്റെ അവസാനം പ്രഖ്യാപിച്ചു. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇവിടെ ടൂവിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആ ടു ഒക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ സിമ്പിളായിട്ട് പറയാം. അങ്ങനെ പ്രധാന ആവശ്യങ്ങൾ അല്ലേ, ഗവൺമെന്റ് പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് ശേഷം, അത്രേ ഉള്ളൂ. പക്ഷെ അത് ടു അവിടെ ഇംഗ്ലീഷിലുണ്ടാവും, പക്ഷെ മലയാളത്തിൽ അവിടെ ആവശ്യമില്ല. അതുപോട്ടെ. ഓക്കെ. അപ്പൊ ആവശ്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി ആവശ്യങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങളാണ്?
ഇവിടെ ഉണ്ടോ ഇൻക്ലൂഡിങ് ഉൾപ്പെടെ. ഇനി താഴെ നമ്മൾ വായിക്കുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് ഉൾപ്പെടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞു എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അപ്പോൾ ആ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വായിക്കാൻ പോകണം. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഉൾപ്പെടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണുള്ളി ഇൻക്ലൂഡിങ് ഉൾപ്പെടെ. എന്തുൾപ്പെടെ എന്നറിയോ? എഡ്യൂക്കേഷൻ റീഫോംസ്, വിദ്യാഭ്യാസ റീഫോംസ് ആൻഡ് മെഷേഴ്സ്. റീഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഷ്കാരങ്ങൾ എന്നാണ്. ഇതൊക്കെ നിർബന്ധമായിട്ട് എഴുതി വെക്കണം. കുറച്ച് പ്രധാനപ്പെട്ട വേർഡുകളാണ്. എന്താണ് റീഫോംസ് പറഞ്ഞു കഴിഞ്ഞാൽ? പരിഷ്കാരങ്ങൾ. ആൻഡ് മെഷേഴ്സ്, മെഷേഴ്സ് പറഞ്ഞാലോ നടപടികൾ. അപ്പം എന്തായി? വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും നടപടികളും ഉൾപ്പെടെ. ഓക്കെ, ഉൾപ്പെടെ. അപ്പം എങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ, എങ്ങനെയുള്ള നടപടികൾ? അത് കണ്ടോളി. എയിംഡ്, ലക്ഷ്യമിട്ട. അപ്പം ലക്ഷ്യമിട്ട വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും നടപടികളും. അപ്പം ലക്ഷ്യമിട്ട എന്ന് പറയുമ്പോൾ എന്തിന് ലക്ഷ്യമിട്ട അതുകൂടി നോക്കിയേക്കാം. റീസ്റ്റോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ കൊണ്ടുവരിക എന്ന്. അപ്പം അറ്റ് വന്നല്ലോ. അപ്പം എന്തായി? തിരികെ കൊണ്ടുവരുന്നതിൽ. അപ്പം തിരികെ കൊണ്ടുവരുന്നതിൽ ലക്ഷ്യമിട്ട പരിഷ്കാരങ്ങളും നടപടികളും ഉണ്ടായി അല്ലേ? അപ്പം എന്ത് തിരികെ കൊണ്ടുവരുന്നില്ല? കോൺഫിഡൻസ്, ആത്മവിശ്വാസം. അതും എവിടെ നിന്നറിയോ? ഇൻ ദി എക്സാമിനേഷൻ സിസ്റ്റം. ഇവിടെ കണ്ടോ? പരീക്ഷാ സംവിധാനത്തിൽ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംവിധാനം. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ന് വന്നില്ല. അപ്പം എന്തായി? ഇൻ ദി എക്സാമിനേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷാ സംവിധാനത്തിൽ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരുന്നതിൽ ലക്ഷ്യമിട്ട പരിഷ്കാരങ്ങളും നടപടികളും. ഇനി ആൻഡ് അതുപോലെ തന്നെ എൻഷുറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക എന്നാണ്. ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പോൾ ഈ എയിംഡ് അറ്റ് ഇല്ലേ, ഈ അറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ നോക്കി. എയിംഡ് അറ്റ് റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ തിരികെ കൊണ്ടുവരുന്നതാണല്ലോ. അതേപോലെ അറ്റ് എൻഷുറിങ് ഉറപ്പുവരുത്തുന്നതിൽ. ഉറപ്പുവരുത്തുന്നതിലും. എന്ത്? ഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എന്നാണ്. കൂടുതൽ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം. ഉത്തരവാദിത്തം. അപ്പോൾ എന്താണ്? ഈ പരീക്ഷാ സംവിധാനത്തിൽ ആത്മവിശ്വാസം തിരിച്ചു കൊണ്ടുവരുന്നതിൽ മാത്രമല്ല, എന്താണ്? കൂടുതൽ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്നതിലും എന്താണ് ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇത് കുറച്ചൊരു അഡ്വാൻസ് ലെവലുള്ള ഒരു പാരഗ്രാഫാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒരു 4-5 തവണ കണ്ടോളൂ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രമിക്കണം. നിങ്ങളിങ്ങനെ കുറേ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വായിക്കുമ്പോൾ തന്നെ അർത്ഥങ്ങൾ മനസ്സിലാവും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് വായിച്ചിട്ട് അർത്ഥം വെച്ച് നോക്കണം. പറ്റുന്നുണ്ടോ നോക്കാം. ഇല്ല എന്നാണെങ്കിൽ വീണ്ടും കണ്ടോളൂ. വീണ്ടും കാണുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു 5 തവണ കണ്ടോളൂ. ഓക്കെ. താങ്ക് യു എവരിവൺ.